അയ്യേ പേടിച്ച് ഇങ്ങനെ ഒരു പേടിത്തോണ്ടി അടിക്കില്ല. വേണ്ട, എനിക്ക് നന്നായിട്ട് വേദനിക്കുന്നു. നിന്നെ ഇപ്പൊ നോക്കിക്കോ. സോറി, ഞാൻ പ്രതീക്ഷിച്ച പോലെ നീ ഭയന്നു അല്ലേ? ഒരു സന്തോഷം ഉണ്ടാവുമ്പോ അതിനകത്ത് അല്പം പേടിയും കുറച്ച് സന്തോഷമൊക്കെ അതിനൊപ്പം കലർത്തിയ വല്ലാത്ത രുചിയാ. നമ്മൾ വിജയിച്ചു തുടങ്ങാൻ പോകുന്നതിന്റെ ആദ്യ പടി കടന്ന ദിവസം അതിന്റെ ഒരു രസം അങ്ങനെ കണ്ടാ മതി. രസമൊക്കെ പിന്നെ മതി. ആദ്യം പോയി മുഖമൊക്കെ കഴുകി കുളിച്ച് ഫ്രഷ് ആവും. ഞാൻ കുളിച്ചോളാം. ഞാൻ കുളിച്ചോളാന്നല്ല, ഇപ്പൊ തന്നെ വേണം. നടക്കങ്ങോട്ട്. ഞാൻ കുളിച്ചോളാന്ന്. അതൊന്നും പറയണ്ട, മര്യാദക്ക് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ. എന്നാ പിന്നെ നീ കൂടെ വാ. എന്തുപറ്റി നിധി? എന്തിനാ നീ കരയുന്നേ? കരഞ്ഞതല്ല, എല്ലാ വഴികളും അടയുമ്പോഴും ജീവിതത്തിൽ സങ്കടങ്ങൾ തരുമ്പോഴും നമുക്ക് പുതിയ വഴികൾ തുറന്നു തരുന്ന ദൈവത്തോട് നന്ദി പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വേഗത്തിൽ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗം ദൈവം ഉണ്ടാക്കി തന്നില്ലേ? അതോർത്തപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി. നന്ദി പറയണം. ഒരിക്കലും നമ്മളോട് ക്രൂരത കാണിക്കാത്ത ദൈവത്തോട് നന്ദി പറയണം. ദൈവം ക്രൂരത കാണിക്കില്ലായിരിക്കും, പക്ഷെ എനിക്ക് നന്ദി പറയാനുള്ളത് വേറൊരാളോടാ. അതാരോടാ? വാ. ഇരിക്ക്. അതാരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എല്ലാം അവസാനിച്ചെന്ന് കരുതി മനസ്സ് തളർന്നപ്പോ ധൈര്യം തന്ന് കൂടെ നിന്നൊരാളുണ്ട്. എന്നിലെ ആത്മവിശ്വാസത്തിനെ ഉണർത്തി ഇതുവഴി പോകുമെന്ന് പറഞ്ഞ് ഒരു ദിശയിലേക്ക് വിരൽ ചൂണ്ടി തരുന്ന ഒരാള്. സാജന്റെ ഓഫീസിലേക്ക് പോകാനുള്ള ഐഡിയ തന്നത് പോലും നീയല്ലേ? ആ നിന്നോടല്ലാതെ ഈ ജന്മം ഞാൻ വേറെ ആരോടാ കടപ്പെട്ടിരിക്കുന്നത്? എന്റെ പുണ്യമാണ് നീ. എത്ര നന്ദി പറഞ്ഞാലും ഒന്നും തികയില്ല നിന്നോട്. അയ്യേ, വലിയൊരു ബിസിനസ് മാഗ്നറ്റ് ഭാര്യയുടെ മുമ്പിലിരുന്ന് കരയുന്നത് കണ്ടില്ലേ? എന്താ ഗൗതം ഇത്? അതൊക്കെ വിട്. ഇന്നേ അത്താഴത്തിന് എന്താ വേണ്ടത്? ഈ സന്തോഷത്തിന് നമുക്ക് പുറത്തുപോയി ഫുഡ് കഴിച്ചാലോ? എന്തിന്? ഈ നിധി ഗൗതമിന്റെ 5 സ്റ്റാർ കിച്ചണിൽ ഉണ്ടാക്കുന്ന ഫുഡ് പോരെ മുതലാളിക്ക്? അതും ഓക്കെ, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. 5 സ്റ്റാർ നിധി എന്നെയും കുക്കിങ്ങിൽ പാർട്ട്ണർ ആക്കണം. സാജൻ ജോസഫ് പിടിച്ച് പാർട്ട്ണർ ആക്കിയതുപോലെ ഞാൻ കിച്ചണിൽ എന്റെ പാർട്ട്ണർ ആക്കുമെന്ന് വിചാരിക്കണ്ട. വേണമെങ്കിലേ ഒരു അപ്രന്റീസ് ആയിട്ട് അവിടെ നിന്നു. അപ്രന്റീസ് എങ്കിൽ അപ്രന്റീസ്. വാ, കിച്ചണിലേക്ക് പോവാം.
സ്റ്റാർ ഫുഡ് റെഡി. ഉം. ഗൗതം ഇരിക്കും. ആ ഉം. എങ്ങനെയുണ്ട്? ഇത് 5 സ്റ്റാർ അല്ല, 7 സ്റ്റാറാ. അടിപൊളി. സത്യം പറഞ്ഞ എന്തെങ്കിലും ജോലി കിട്ടിയാലും അത് ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് എന്റെ തീരുമാനം. ജോലി തരാൻ പറ്റില്ല എന്ന് സാജൻ പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ തകർന്നുപോയി. അയാള് നല്ലവനാ. ഗൗതമൻ എന്തായാലും അയാളുടെ കീഴിൽ ഒരു ജോലിക്കാരനായിട്ട് നിർത്താനുള്ള മനസ്സ് അയാൾക്ക് കാണില്ല. പാർട്ട്ണറാക്കാന്ന് സാജൻ പറഞ്ഞപ്പോഴേ ആ പറഞ്ഞത് സത്യമാണ് കള്ളമാണെന്ന് അറിയാൻ ഒരു നിമിഷം ഞാൻ മരവിച്ച് നിന്നുപോയി. ഇനിയിപ്പോ സാജൻ ജോസഫിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലോ, ഗൗതം ഒരു ജോലി വേണമെന്നുള്ള ആവശ്യവുമായി വന്നാലും ഞാനും ഇതേ തീരുമാനം എടുക്കൂ. പിടിച്ച് പാർട്ട്ണറാക്കും. അയാള് ബുദ്ധിമാനാ. ഒരു ജോലി തന്ന് ഗൗതമിനെ ഓഫീസിൽ ഒരു മൂലയ്ക്ക് ഒതുക്കുന്നതിനേക്കാളും പ്രയോജനം പാർട്ട്ണറാക്കിയാൽ കിട്ടുമെന്ന് സാജന് നന്നായിട്ട് അറിയാം. എന്റെ കഴിവും ആത്മാർത്ഥതയും മാത്രമാണ് എനിക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്.